നിത്യങ്ങൾക്കിടയിലെ സുപ്രധാന പ്രവൃത്തി. അതായത് നീയാമോ പല്ല് തേക്കൽ. ചിലരുടെ ബ്രഷേ പെട്ടെന്ന് തന്നെ ചുപ്ലാച്ചി ആയി പോകും കേട്ടോ. പക്ഷെ ചിലരുടേതാണെങ്കിൽ യാതൊരുവിധ കേടുപാടും സംഭവിക്കത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഇല്ലേ, കുറച്ചാൾ കൂടുമ്പോഴേക്കും ബ്രഷ് ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. അങ്ങനെ മാറ്റിയ ഒരു ബ്രഷാണ് കേട്ടോ ഇത്. ഇതേ പകുതി വെച്ച് മുറിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഇതിന്റെ അറ്റം മാത്രം ഒന്ന് പരത്തി എടുക്കുവാണ് കേട്ടോ. തിളച്ച വെള്ളം വർക്കാകാത്തത് കൊണ്ട് നമ്മൾ തീയിൽ കാണിച്ചാണ് കേട്ടോ പരത്തി എടുത്തത്. ബാക്കിയുള്ള പീസേ ഉരുക്കിത് ഇങ്ങനത്തെ ഒരു ചപ്പാത്തി പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ റൗണ്ട് അല്ലാത്ത ചപ്പാത്തി. കാർവ് ചെയ്ത് ഈ ഭാഗം ഒന്ന് കനം കുറച്ചെടുക്കുവാണ്. ഈ പരന്ന ഭാഗം ഒന്ന് വി ഷേപ്പാക്കി അതിന്റെ ഉള്ളിൽ നിന്നൊരു വി എടുത്ത് കട്ട് ചെയ്ത് കളയുവാണ്. ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിച്ചൊന്ന് സ്മൂത്ത് ആക്കിയിട്ടേ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ പീസുകളും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാതെ തീയിൽ കാട്ടി വാട്ടി കഴിയുമ്പോഴേക്ക് ഈ തരിതരിപ്പൊക്കെ മാറി നല്ല സുന്ദര കോമള വെൽബനാകുവേ. പ്രൈമർ അടിച്ചിട്ട് വേണം പെയിന്റ് അടിക്കാനായിട്ട് കേട്ടാ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ദേ തലക്കെട്ടോ നോക്കിയേ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച 2 ഹെയർ ടവലാണ് കേട്ടാ. 2 എണ്ണത്തിന് 139 രൂപ. കൊള്ളാല്ലേ. ബാക്കിൽ ഒരു ബട്ടൺ ഒക്കെ ഉണ്ട്. ശരിക്കില്ലേ നല്ല പ്രയോജനമുള്ള സാധനമാണ് കേട്ടാ. പല കളറിലുണ്ട് കേട്ടാ. പഞ്ചാബി ഹൗസിലെ പോലെ പഞ്ചാബി ഹൗസിലെ മെയിൻ സഭ. ശരിക്കും പ്രയോജനമുള്ള ഒരു സാധനമാണ് കേട്ടാ. ഈ ഹെയർ ടവലിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ മെല്ല് കിടപ്പുണ്ട്. വൈറ്റിലേക്ക് ഒരു തുള്ളി ബ്ലാക്കും തുള്ളി ബ്ലൂവും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ മേൽഭാഗത്ത് മാത്രം അങ്ങ് അടിച്ചെടുക്കുവാണ്. താഴെ വൈറ്റും കൂടി അടിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഷാർക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടാ. സൂപ്പർ അല്ലേ. ഇതിന്റെ ബോഡിക്ക് ചെറിയൊരു വളം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി സൂപ്പർ ആയാനേ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷെ എന്തായാലും കമന്റ് ചെയ്യണേ, കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ.